പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതിയെ ഹോസ്റ്റലിൽ എത്തിച്ച് പോലീസിന്റെ തെളിവെടുപ്പ്. കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായാണ് പോലീസ് സിദ്ധാർത്ഥനെ ആക്രമിച്ച പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിൽ സിദ്ധാർത്ഥനെ ആക്രമിച്ച ആയുധങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. അതേസമയം ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലും നടുത്തളത്തിലും ഉൾപ്പെടെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ഈ ഹോസ്റ്റൽ മുറിയിലും ഹോസ്റ്റലിന്റെ നടുത്തളത്തിലും വച്ചാണ് സിദ്ധാർത്ഥൻ തുടർച്ചയായ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. തെളിവെടുപ്പിനിടെയാണ് ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ മുഖ്യപ്രതിയാണ് കാണിച്ചു കൊടുത്തത്. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയ സ്ഥലത്ത് സിൻജോയെ എത്തിച്ചു. മർദ്ദനത്തിന് ഉപയോഗിച്ച ഗ്ലൂഗൺ സിൻജോയുടെ സാന്നിധ്യത്തിലാണ് കണ്ടെത്തിയത്. പൂക്കോട് വെറ്റിനറി മെൻസ് ഹോസ്റ്റലിൽ നടന്ന ആൾക്കൂട്ട വിചാരണയിൽ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതായുള്ള റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടി നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാനാണ് എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്തിയത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയ ശേഷമാണ് ക്രൂരമായി മർദ്ദിച്ചത്. തുടർന്ന് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ബെൽറ്റ്, കേബിൾ എന്നിവ ഉപയോഗിച്ച് മർദ്ദിക്കുകയും തൊഴിക്കുകയും ചെയ്തു. മർദ്ദന സമയത്ത് അടിവസ്ത്രം മാത്രമാണ് ധരിച്ചത്. രാത്രി 9 മണി മുതൽ പുലർച്ചെ 2 മണി വരെ മർദ്ദനം തുടർന്നതായും റിപ്പോർട്ട് പറയുന്നു. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ എറണാകുളത്തെത്തിയപ്പോൾ പ്രതിയായ രഹാന്റെ ഫോണിൽ നിന്ന് ഡാനിഷ് എന്ന വിദ്യാർത്ഥി വിളിക്കുകയും തിരികെ വരാൻ പറയുകയും ചെയ്തു. സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയെന്ന സംഭവം ഒത്തുതീർപ്പാക്കാനാണെന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. ഫെബ്രുവരി 15-ന് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ കോളേജിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ പോലീസ് കേസാകുമെന്നും ഒത്തുതീർപ്പാക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചത്. ഇതുപ്രകാരം ഫെബ്രുവരി 16-ന് രാവിലെ സിദ്ധാർത്ഥൻ തിരികെ കോളേജിലെത്തി. എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ പ്രതികൾ സിദ്ധാർത്ഥനെ തടവിൽ വെച്ചു. അന്ന് രാത്രി 9 മണി മുതലാണ് മർദ്ദനം ആരംഭിച്ചത്. ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് ഹോസ്റ്റലിൽ തിരികെ എത്തിച്ചു. 21-ാം നമ്പർ മുറിയിൽ വെച്ച് മർദ്ദനം തുടർന്നു. പിന്നീട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് എത്തിച്ചു. വിവസ്ത്രരാക്കിയ ശേഷം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പ്രതികൾ ബെൽറ്റ്, കേബിൾ, വയർ എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ചു. 17-ന് പുലർച്ചെ 2 മണിവരെ മർദ്ദനം തുടർന്നു. മരണമല്ലാതെ മറ്റൊരു സാഹചര്യവുമില്ലാത്ത നിലയിലേക്ക് പ്രതികൾ കാര്യങ്ങൾ എത്തിച്ചു. കൊലപാതക സാധ്യതയെപ്പറ്റി പരിശോധിക്കേണ്ടതുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹോസ്റ്റലിൽ അലിഖിത നിയമം എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ അലിഖിത നിയമം അനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തി. എറണാകുളത്ത് എത്തിയ സിദ്ധാർത്ഥൻ അവിടെ നിന്ന് തിരികെ കോളേജിലേക്ക് മടങ്ങി. രഹാന്റെ ഫോണിൽ നിന്ന് സുഹൃത്ത് വിളിച്ചെന്നു കാരണത്താലാണ് സിദ്ധാർത്ഥൻ മടങ്ങിയത്. പിന്നീടാണ് ക്രൂരമായ മർദ്ദനം രാത്രി 9 മണിക്ക് ശേഷം നടന്നത്. പ്രതികൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ വിശദീകരിച്ചാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.